ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ശാപത്തെ പറ്റി പറയാം. മറ്റൊരു ജീവിക്ക് നാം എന്തെങ്കിലും വിധത്തിൽ ദ്രോഹം ചെയ്യുമ്പോൾ ആ ജീവിയുടെ മനസ്സിൽ നിന്നുയരുന്ന കഠിനമായ വേദനയാണ് ശാപം. മനഃപൂർവമോ മറ്റൊരാളുടെ പ്രേരണയാലോ നാം ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ പ്രതിഫലനമാണിത്. നമ്മുടെ പ്രവർത്തികളാൽ വേദനിക്കുന്ന ഒരു മനസ്സിൻ്റെ സങ്കടവും പ്രാർത്ഥനയും ശാപവചനങ്ങളായി മാറും. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഒരാൾ താൻ അനുഭവിക്കുന്ന ക്രൂരതയെ ഉള്ളിലൊതുക്കി കണ്ണീർ വാർക്കുമ്പോൾ ആ കണ്ണീരാണ് ജയിച്ചു എന്നഹങ്കരിക്കുന്നവൻ്റെ മേൽ ശാപമായി പതിക്കുന്നത്. വിശ്വാസങ്ങൾ പ്രകാരം ശാപങ്ങൾ പലതരത്തിലുണ്ട്. സർപ്പശാപം, നാരീശാപം, ബ്രാഹ്മണശാപം, കന്യാശാപം, പൃഥുശാപം, മാതൃശാപം, ഗുരുശാപം. ഇതിലേറ്റവും പ്രധാനം സർപ്പശാപമാണ്. ഭൂമിയുടെ അവകാശികളായ നാഗങ്ങളെയോ അവരുടെ വാസസ്ഥലമായ കാവുകളെയോ നശിപ്പിക്കുന്നതിന് ഇതിന് കാരണമാകുന്നു. കാവ് വെട്ടിത്തെളിക്കുക, അശുദ്ധമാക്കുക, കരിയില കൂട്ടിയിട്ട് തീയിടുക, സർപ്പങ്ങളെ ഉപദ്രവിക്കുക എന്നിവ വലിയ ദോഷമായി ഭവിക്കുന്നു. നാം അറിയാതെ തന്നെ നമ്മുടെ തലമുറകളിലേക്ക് കടന്നുവരുന്ന ഒന്നാണ് സർപ്പദോഷം. മറ്റൊരു മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക. ലോകം കാത്തുസൂക്ഷിക്കുന്ന കർമ്മഫലം നമ്മെ തേടിവരുന്ന് ഓർക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.